സുരേഷ് ഗോപി സർ ഉണ്ടാക്കി തരണം പ്ലീസ്. കാരണം ഞങ്ങൾക്കും ജീവിക്കണം. സിനിമാ നടികൾക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ സിനിമാ നടിയാവണോ? ആത്മഹത്യ ചെയ്യും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു സംഭവം കണ്ടായിരുന്നു. അതായത് പ്രവീണ എന്ന് പറഞ്ഞ സീരിയലിനകത്ത് സിനിമയിനകത്തൊക്കെ അഭിനയിക്കുന്ന ഒരു പുള്ളിക്കാരിയുടെ മോർഫ്ഡ് പിക്ചേഴ്സും വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയ ഒരുത്തനെ പ്രധാനമന്ത്രി മറ്റേ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോഴത്തേക്കും ആ പുള്ളിനോട് ഡയറക്റ്റ് പറഞ്ഞ് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഈ നമ്മുടെ പ്രവീണ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരി തന്നെ കുറെ നാൾ ഇപ്പൊ നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഈ ഇതിന്റെ പുറകെ കേസൊക്കെ ആയിട്ട് നടന്നിട്ട് ഒന്നും യാതൊരു നടപടി ഉണ്ടായില്ല. ലാസ്റ്റ് പ്രധാനമന്ത്രി എന്നെ നേരിട്ട് ഇടപെട്ടിട്ട് വേണം ഈ ഒരു കേസ് പിടിക്കേണ്ട ഒരു അവസ്ഥ വരെ വന്ന്. അപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ പ്രവീണ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും അതിനകത്ത് ആളെ പിടിച്ചു. അപ്പൊ ഈ പിടിച്ചതിനകത്ത് നമ്മൾ അവരെ അപ്രിഷിയേറ്റ് തന്നെ വേണം. പക്ഷേ എന്നാലും നമ്മൾ നോക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വന്ന ഇഷ്ടംപോലെ കേസുകളുണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നാണ് ഇപ്പൊ നമ്മുടെ നോക്കണമെങ്കിൽ നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ട ഇതിനൊക്കെ ഒരുപാട് മുന്നേ തന്നെ ഈ ഒരു വിഷയമായിട്ട് കേസ് കൊടുത്തതാണ്. അപ്പൊ പുള്ളിക്കാരിക്ക് ഇതിനെതിരെ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പൊ നമ്മുടെ പ്രവീണ എന്ന് പറഞ്ഞാൽ അവര് കേസ് കൊടുത്തിട്ട് അവർക്ക് ഇതേപോലത്തെ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ സുരേഷ് ഗോപി ആയിട്ടാണെങ്കിലും അപ്പൊ അവർക്ക് ആ ഒരു കോണ്ടാക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ അതിനകത്ത് കേസിനകത്തുള്ള ആളെ പിടിച്ചു. അപ്പൊ ഇവരതിനെ പറ്റി പറയുന്നത് ഈ പ്രവീണ എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടായ ഇഷ്യൂവിനെ പറ്റി പറയണത് അതൊന്നും കേട്ടു. എൻ്റെ വീട്ടുകാരുടെയൊക്കെ മോർഫ് ചെയ്ത ഫോട്ടോസ് എടുത്തിട്ട് എൻ്റെ ഹെഡും താഴേക്ക് വളരെ വികൃത രൂപമായി ആയിട്ട് വൃത്തികെട്ട രീതിയിൽ തന്നെ പറയാം, വസ്ത്രമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഫോട്ടോസ് എടുത്തിട്ട് എൻ്റെ ഫേസ് വെച്ചിട്ട് അവനത് കണ്ട് ആസ്വദിക്കുന്നത് മാത്രമല്ല, ഇത് പ്രചരിപ്പിക്കുകയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെയും കുടുംബത്തെയും 5 വർഷത്തോളമായി വേട്ടയാടുന്ന ഒരു സാഡിസ്റ്റിനെ കുറിച്ചാണ് നടി പ്രവീണ വിവരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലൊക്കെ ആ രീതിയിൽ കറക്റ്റ് ദേഹം മാച്ച് ചെയ്തിട്ട് എവിടെ നിൽക്കുകയോ എടുത്തിട്ട് വന്ന് പല രാജ്യക്കാരുടെ ഉണ്ട്. ഇതാണ് ആള്. പേര് ഭാഗ്യരാജ്. തമിഴ്നാട് സ്വദേശി, ഡൽഹിയിൽ സ്ഥിരതാമസം. ഹോബി കിട്ടാവുന്നിടത്തു നിന്നെല്ലാം പ്രവീണയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അശ്ലീലമായി പ്രചരിപ്പിക്കുക. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇത് തന്നെയാണ് അവന്റെ ജോലി. ഒരു തവണ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടതാണ്. ജാമ്യത്തിലിറങ്ങി അതേ പ്രവൃത്തി പൂർവാധികം ശക്തിയോടെ വീണ്ടും തുടങ്ങി. പ്രവീണയുടെ മകളുടെ ചിത്രം പോലും ദുരുപയോഗം ചെയ്തു. മോളുടെ ഫോട്ടോ വെച്ചിട്ട് അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോട്ടോസ് എടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ടാഗ് ചെയ്യുക, അവളെ പഠിപ്പിക്കുന്ന സാറന്മാരെ ടാഗ് ചെയ്യുക, ആ സാറന്മാരെ വെച്ചിട്ട് വേറെ ചീത്ത രീതിയിൽ എഴുതി ഉണ്ടാക്കുക. കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. എന്നിട്ടും തനിക്ക് മാത്രം എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ലെന്ന് പ്രവീണ. സൈബർ സെല്ലിൽ ഞാൻ ഒരുപാട് തവണ കയറി ഇറങ്ങി. 6 വർഷത്തോളമായി ഈ കുറ്റകൃത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ഇവനെ ഉറപ്പായിട്ടും പിടിക്കേണ്ടവൻ തന്നെയാണ് അവൻ. അപ്പൊ എന്തായാലും അവനെ പിടിച്ചു. അവനെ ആദ്യം ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞിട്ട് വിട്ട് പിന്നെയും അവൻ ഇത് തന്നെ ചെയ്തപ്പോഴാണ് അവനെ പിന്നെ പൊക്കിയത്. അപ്പൊ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അവനെ പിടിച്ചത്. പക്ഷേ എന്നാൽ ഇനി നമ്മൾ ഇത് അനുഭവിക്കുന്ന ബാക്കിയുള്ളവരുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ നടപടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ വെറുതെ കേസ് കൊടുക്കും. കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് നമ്മൾ നോക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള രീതിക്ക് പറഞ്ഞു വിടുകയാണ് അവരുണ്ടായേക്കുന്നത്. അപ്പൊ ഹെലൻ ഓഫ് സ്പാർട്ട ഇതിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടു. അതെ, അത് ശരി. അപ്പോൾ നമ്മുടെ സിനിമ സീരിയൽ രംഗത്ത് എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള ഫേസ് ആയിരുന്നു പ്രവീണ പറയുന്ന അവരുടേത്. അപ്പൊ അവരുടെ മകളുടെയും പിക്ചേഴ്സ് മോർഫ് ചെയ്ത ഒരു ഇഷ്യൂസ് എല്ലാവർക്കും അറിയുന്നതാണ്. ഐ ഗാസ് ഒരു 1 year ആയി. അപ്പം അതിനും ഒരു 1 year മുന്നെയാണ് ഞങ്ങള് ഒരു 16ഓളം പെൺകുട്ടികൾ ചേർന്നിട്ട് സ്ത്രീകൾ ചേർന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ മോർഫിങ് എന്ന് പറഞ്ഞാൽ വളരെ 1ഉം 2ഉം അല്ല, 100ലധികം ഫോട്ടോസ് മോർഫ് ചെയ്ത ഒരു സാധനം. അപ്പം അതിന് ഇതുവരെ തീരുമാനമായിട്ടില്ല. രശ്മിക മന്ദാനേന്റെയും ഇതുപോലുള്ള സീരിയൽ സിനിമ ആർട്ടിസ്റ്റുകളുടെയൊക്കെ പല ഇടപെടലുകളും മൂലം സോൾവ് ആവുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ശ്രീ നരേന്ദ്രമോദി ജീനെ ഒന്ന് കാണാനുള്ള അല്ലെങ്കിൽ അയക്കാനുള്ള, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു അവസരം ശ്രീ സുരേഷ് ഗോപി സർ ഉണ്ടാക്കി തരണം പ്ലീസ്. കാരണം ഞങ്ങൾക്കും ജീവിക്കണം. സിനിമാ നടികൾക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ സിനിമാ നടിയാവണോ? ആത്മഹത്യ ചെയ്യും. എന്തൊരവസ്ഥയാണ് നോക്കണേ. അവരുടെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം വൾഗറായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇടുന്ന ഒരുത്തനെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പോലും നമ്മുടെ ഇവിടുത്തെ പോലീസിനെ കൊണ്ടോ അവരെ കൊണ്ടൊന്നും പറ്റില്ല. ഇനിയും ഇവർക്കും വല്ലതും വേണമെങ്കിൽ ഇനി അതിനും പ്രധാനമന്ത്രിനെ വിളിക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തുന്ന അല്ല. ഇപ്പൊ ഇവർക്കൊന്നും അതേപോലെ ഈസിലി കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആളൊന്നല്ല. ഇപ്പൊ പ്രധാനമന്ത്രി ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു സിനിമയിനകത്ത് അഭിനയിക്കുന്നോ അല്ലെങ്കിൽ സീരിയലിനകത്ത് അഭിനയിക്കുന്നവർക്കൊക്കെ
ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് ഇവരെയൊക്കെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഇവരെ പോലുള്ള ആൾക്കാർ പിന്നെയും പോട്ടെ, ഇപ്പം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ കാര്യം നോക്കണമെങ്കിൽ അവർക്കൊന്നും ഒട്ടുമേ ആക്സസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇവരെ പോലുള്ളവർ തന്നെ ഇത്രയും അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പം ആ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അതിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവാണ്ട് ഇരിക്കണേണ്. പിന്നെ നമുക്ക് ഈ വീഡിയോ എടുക്കുന്നതിന്റെ 2 minutes മുന്നെയാണ് ഞാൻ വീട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോ ഞാൻ അവരോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 2 വർഷം മുന്നേ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഞാൻ ഓർക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു അതിൽ നിന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് യാതൊരു രീതിയിലുള്ള ഇത് ഉണ്ടായിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞത് ഇച്ചക്കുള്ള ഒരു രാജ്യമാണത്, ഇത്രേ ഉള്ളൂ. അയ്യോ ഇത്ര ഉള്ളൊരു രാജ്യമാണ് ഇതിന്റെ ഒരു ഇത് കാണിക്കുന്നുള്ളത്. അപ്പൊ ഇവർക്ക് 2 വർഷമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 വർഷം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. ഇത്ര പോകുന്ന രാജ്യത്ത് നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല 2 വർഷമായിട്ട്. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ പരിശോധിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, പരിശോധിച്ചോണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം വെക്കുന്ന സമയത്ത് പ്രസംഗിക്കുന്നതിന്റെ ഇടയില് സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് മാത്രം പറയും. സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതമാണ്, ഇത് നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഈ ഇപ്പൊ ഹെൽനസ് പാട്ട് പറഞ്ഞ ഈ ഒരു കാര്യം. അപ്പൊ ഇത് പറയുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലാണ്ട് ഇതിനെതിരെ ഒരു നടപടിയോ അല്ലെങ്കിൽ ഇപ്പൊ സൈബർ ഇടത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്കെതിരെ ഒരു നടപടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇപ്പൊ നമ്മൾ പോലീസുകാരോടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഒരാളുടെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് അതിങ്ങനെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതേപോലെ മോർഫ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് മാത്രമല്ല, ഈ ന്യൂഡായിട്ടും അതേപോലെ ഈ വൾഗറായിട്ടുള്ള രീതിക്കൊക്കെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്ന ഓരോരുത്തന്മാരെ പിടിക്കാനായിട്ട് യാതൊരു മാർഗവും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് അവിടെ നിന്ന് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോപ്പായിട്ടുള്ള ആരെങ്കിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനെതിരെ നടപടി ഉണ്ടാവും. അത് എന്തൊരു ഇതാണ് നാട്ടിലുള്ള എല്ലാവരും ഒരേ രീതിക്കല്ലേ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇപ്പം ഇത്തിരി പവറുള്ളതും മണിയുള്ളവരും ആൾക്കാരെയൊക്കെ പെട്ടെന്ന് അവർക്കെതിരെ നടപടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ പവറൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കെതിരെ നടപടി ഒന്നും ഉണ്ടാവില്ല. അതെന്ത് നിയമമാണെന്ന് എനിക്ക് മനസ്സിലാവുള്ള. സൂപ്പർ അടിപൊളിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളിപ്പം ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ? ഞങ്ങൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് അല്ലേ? അതിപ്പോ എങ്ങനെയാണ്? നമ്മൾ സിനിമയിൽ അഭിനയിക്കണോ, സീരിയലിൽ അഭിനയിക്കണോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? രാഷ്ട്രീയ പാർട്ടികളിൽ എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളില്ല, അതുകൊണ്ടാണോ? അല്ലെങ്കിൽ എനിക്കറിയില്ല. ഞങ്ങൾ ബാക്കി കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള 15ഓളം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും പാർട്ടിപരമായിട്ട് ഇടപെടണോ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ എല്ലാവരും കൂട്ടം ചേർന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകണോ, സീരിയലിൽ ആരെങ്കിലും എന്നെ ഒന്ന് കാസ്റ്റ് ചെയ്യൂ സിനിമയിൽ അല്ല സീരിയലിൽ, അങ്ങനെ അത് പറഞ്ഞിട്ടെങ്കിലും ഞങ്ങളുടെ ഈ ഡെയിലി വരുന്ന ഈ മെൻഷനും ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയെങ്കിലും ഒന്ന് നിൽക്കട്ടെ. ഈ വീഡിയോ ചെയ്ത് ഞാൻ മടുത്ത് പണ്ടാരടങ്ങിയ ഒരു സാധനമാണ്. ആരെയാണ് നമ്മളിനി കാണണ്ടേ? ഓക്കെ, ചീഫ് മിനിസ്റ്റർക്ക്, നമ്മുടെ കേരള ചീഫ് മിനിസ്റ്റർക്ക് മെയിൽ ചെയ്തു, സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു, സംഘടനകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു, ഹെൽപ്പ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഹെൽപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവർ ഇത്തിരി നാളൊന്നല്ല ഇതിന്റെ പുറകെ വേണ്ടി നടക്കണം. ഒരുപാട് നാളായിട്ട് ഈ ഒരു വിഷയത്തിന്റെ പുറകെ തന്നെ ഇവർ ഈ പോലീസ് സ്റ്റേഷനാണെങ്കിലും ഇപ്പൊ പലരുടെ ഓഫീസാണെങ്കിലും ഇവർ കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിനെതിരെ നടപടി ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി വന്നപ്പോഴത്തേക്ക് അവിടെ ഡയറക്റ്റ് പറഞ്ഞപ്പോൾ സെക്കൻഡിനകത്ത് ഈ ഒരു പരിപാടി എടുത്ത് ആളെ പിടിച്ച്. അപ്പൊ എന്താണ് അവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ള. പൈസ ഉണ്ടാ അല്ലെങ്കിൽ നിങ്ങളുടെ പവർ ഉണ്ടാ എന്നാൽ നിങ്ങൾക്ക് ആളെ പിടിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഞങ്ങൾ തിരിഞ്ഞും കൂടെ നോക്കൂല എന്നുള്ളൊരു പരിപാടിയാണ് ഇവിടെ നടക്കണം. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ വിഷയത്തിനകത്ത് പറയാനുള്ളൂ. അപ്പൊ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് പറയണമെന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ, ബൈ, സീ യു.